ഹായ് ഓൾ, വെൽക്കം ടു ട്രിപ്സ് ആൻഡ് ട്രീറ്റ്സ്. ഇന്ന് ഞാൻ റവ കൊണ്ടുള്ള ഒരു സൂപ്പർ ടേസ്റ്റി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ബ്രേക്ക്ഫാസ്റ്റായോ സ്നാക്കായിട്ടോ കഴിക്കാവുന്നതാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. അപ്പോൾ ഈ സൂപ്പർ ടേസ്റ്റി റെസിപ്പിയിലേക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഇനി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. വറുത്ത റവയൊന്നുമല്ല കേട്ടോ, സാധാരണ വറുക്കാത്ത റവ തന്നെയാണ്. ഇനി റവയിലേക്ക് ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായി സ്ലൈസ് ചെയ്തതാണ്. ചെറിയ തക്കാളിയാണ് കേട്ടോ, അപ്പോൾ അത് ചെറുതായി സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കുറച്ച് മല്ലിയില, പകുതി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ വറുത്ത ജീരകം, ചെറിയ ജീരകം പൊടിച്ചതാണ്. അതും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ 1/2 മുതൽ 1 കപ്പ് വരെ നല്ല ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ മൊത്തത്തിലായിട്ട് ചേർത്ത് കൊടുക്കരുത്, കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് നേരം വെക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും റവ ആയതുകൊണ്ട് വെള്ളമെല്ലാം അബ്സോർബ് ചെയ്യുമല്ലോ. അപ്പോൾ അത് നോക്കിയിട്ട് തിക്കാണ് ബാറ്റർ എന്ന് വെച്ചാൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഈ ബാറ്ററിന് വേണ്ടത്. ഇനി നമ്മൾ ഉണ്ണിയപ്പോ അല്ലെങ്കിൽ പനിയാരൊക്കെ ഉണ്ടാക്കുന്ന ചട്ടി ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമാണ് ഓൺ ആക്കിയിട്ടുള്ളത്. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ എടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു കുറച്ച് ഓയിൽ ഞാൻ എല്ലാ ഇതും ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ബ്രഷ് വെച്ചിട്ട് മൊത്തത്തിലൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ചായിട്ട് ഈ ബാറ്റർ ഓരോന്നിലും ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഉണ്ണിയപ്പത്തിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ എല്ലാത്തിലും ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു മൂടിയിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒരു സ്ക്യൂവർ വെച്ചിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു സൈഡും കൂടെ ഒന്ന് നല്ല കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ റവ കൊണ്ടുള്ള നമ്മുടെ കുഞ്ഞപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ നല്ല ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ബാക്കിയുള്ള ബാറ്ററും കൂടെ അതുപോലെ ഒഴിച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മളെല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ചട്നി ഒന്ന് പ്രിപ്പയർ ചെയ്യാം. ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ തക്കാളി അരച്ചെടുത്തതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമാണ് ഓൺ ആക്കിയിട്ടുള്ളത്. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 1/2 ടീസ്പൂൺ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഞാനൊരു നുള്ള ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ടൈമിൽ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് തക്കാളിക്കൂട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അതിനുശേഷം ഈ ടൈമിൽ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ.
ഇപ്പോൾ ചെറുതായി ഇങ്ങനെ വെള്ളമൊക്കെ വറ്റി എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ടൈമിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച റവ അപ്പം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചട്നിയും ഈ അപ്പം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വരുന്ന വിധത്തിൽ ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. സംഭവം റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കഴിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടും കഴിക്കാം കേട്ടോ. നമ്മൾ ഇഡ്ഡലി ചമ്മന്തി എല്ലാം കഴിക്കുന്ന പോലെ ചട്നി മിക്സ് ചെയ്യാതെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചട്നി ഇതുപോലെ ചട്നി ഉണ്ടാക്കിയിട്ടും അങ്ങനെ കഴിക്കാം കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ അപ്പത്തിൽ ചട്നിയുടെ എരിവും പുളിയും പിന്നെ ആ ഫ്ലേവറൊക്കെ ഒന്നും കൂടെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു പൊടിക്ക് ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയോ അല്ലെങ്കിൽ സ്നാക്സ് ആയോ ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം. സൂപ്പർ ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻസിൽ അറിയിക്കുക. അപ്പോൾ ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.